നമസ്കാരം, എല്ലാവരെയും സഞ്ജീവനി മലയാളം ഹെൽത്ത് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നടുവേദന കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും പ്രയോജനകരമായിട്ടുള്ള ഒരു വിഷയമാണ്. പാരമ്പര്യ നാട്ടുവൈദ്യ ചികിത്സകളിലും കളരിമർമ്മ ചികിത്സകളിലും ഒരുപോലെ ഉപയോഗിച്ചു വരുന്ന ഒരു കിഴിയാണ്. ഈ ഒരു അറിവ് നടുവേദന കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. സിമ്പിളായിട്ടുള്ള 2 ഘടകങ്ങൾ ചേർത്ത് 2 സാധനം അതിലേക്ക് ആവശ്യമുള്ളൂ. അതുപയോഗിച്ച് തന്നെ നമ്മുടെ നടുവേദന, നട്ടെല്ല് ഡിസ്ക് തകരാറുകൾ, സയാറ്റിക്ക തുടങ്ങിയ നിരവധി നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങളെ നല്ല രീതിയിൽ അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു ചികിത്സയാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിലേക്ക് നാം ചേർക്കുന്ന 2 കാര്യങ്ങൾ, ഒന്ന് മണലാണ്, വേറൊന്ന് കല്ലുപ്പാണ്. കല്ലുപ്പും മണലും സമം ചേർത്തുകൊണ്ടുള്ള ഒരു പ്രയോഗം. സാധാരണ കിഴി ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ആദ്യം ഒന്ന് പഞ്ച് ചെയ്യും, അതെടുക്കും, അങ്ങനെ അടുത്ത സ്ഥലങ്ങളിൽ കുത്തും. അത് ഒരു സ്ഥലത്ത് തന്നെ ചെയ്യരുത്, ചെയ്തിട്ട് അടുത്ത ഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അത് മുകളിലേക്കും താഴേക്കുമായിട്ട് 2 സൈഡും ഒരുപോലെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്കുള്ള രക്തചംക്രമണം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ, വേദനകൾ, നീർക്കെട്ട്, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും വളരെ പെട്ടെന്ന് തന്നെ 1ാമത്തെ ദിവസം മുതൽ റിസൾട്ട് ഉണ്ടാവും. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. പിന്നെ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ബാക്കിയുണ്ടെങ്കിൽ ഒരാഴ്ച ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രം വീണ്ടും ആവർത്തിക്കാവുന്നതാണ്. മണലും ഉപ്പും ചേർത്തിട്ടുള്ള ഈ കിഴി എങ്ങനെ നമുക്ക് എളുപ്പം തയ്യാറാക്കാം എന്ന് നോക്കാം. ഒരു 2-3 പിടി മണലും അതിലേക്ക് അത്ര തന്നെ അളവിൽ കല്ലുപ്പുമാണ് ചേർക്കുന്നത്. മണൽ ഞാൻ ആദ്യം തന്നെ അതിൽ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കല്ലുപ്പ് ഇടുകയാണ്. ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്ത് ഏകദേശം ഒരു 10 മിനിറ്റോളം നന്നായി ചൂടാക്കി എടുക്കുക. അതിന് ശേഷം നമ്മളൊരു കോട്ടൺ തുണിയിലേക്ക് മാറ്റിയിട്ട് കിഴി രൂപത്തിലാക്കി കെട്ടുക. ഇത് ഏകദേശം ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കോട്ടൺ തുണിയിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ ഇതൊരു കിഴിയാക്കി കെട്ടുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇത് മടക്കാം. ശേഷം ഇതേ രീതിയിൽ മേലോട്ടേക്കാക്കിയിട്ട് അടിഭാഗം ഒരു കിഴി രൂപത്തിലാക്കാം. അതിന് ശേഷം നമുക്ക് മറ്റൊരു ചെറിയ തുണി കൊണ്ട് അതിൻ്റെ ഈ ഭാഗം നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഭാഗം നമ്മളൊന്ന് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് കെട്ടണം. ഓക്കെ, ഇതേ രീതിയിൽ ഒരു കിഴിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ കിഴി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ആ ഭാഗങ്ങളിൽ അല്പം തൈലം അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ പുരട്ടണം. ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് വരുന്ന കളരിമർമ്മ ഓയിലാണ്, മർമാണി തൈലാണ്. അത് ഈ ഭാഗങ്ങളിലെല്ലാം ശരിക്കും നന്നായി തേച്ച് പിടിപ്പിക്കുകയാണ്. ഈ തൈലത്തിന് പകരം നിങ്ങൾക്ക് ആവണക്കെണ്ണ, വേപ്പെണ്ണ, അതല്ലെങ്കിൽ എള്ളെണ്ണയൊക്കെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആയുർവേദിക് ഓയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നിർബന്ധമായിട്ടും കിഴി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ തൈലം ഒന്ന് തേച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. തൈലം പുരട്ടാതെ നേരിട്ട് കിഴി ചെയ്യരുത്. രാവിലെ വെറും വയറ്റിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് കിഴി ചെയ്യാൻ അത്യുത്തമം. ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെയ്യാൻ പാടില്ല. നട്ടെല്ലിൻ്റെ 2 ഭാഗങ്ങളിലാണ് നമ്മൾ കൃത്യമായിട്ട് ഇത് ചെയ്യേണ്ടത്.
നട്ടലിൻ്റെ ഈ 2 സൈഡിലൂടെയാണ് അക്യുപഞ്ചർ പോയിൻറ്റുകൾ, ബാക്ക് ഷൂ പോയിൻറ്റുകൾ വരുന്നത്. അത്രയും പോയിൻറ്റുകളെ നന്നായി സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നട്ടല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ സാധിക്കും. കിഴി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മളിപ്പോൾ കിഴി കെട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യുന്നത് നോക്കാം. ഒരു ഭാഗത്ത് നമ്മൾ കുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം അടുത്ത ഭാഗത്തേക്ക്. ഒരേ സ്ഥലത്ത് തന്നെ കുത്തി വീണ്ടും അവിടെ തന്നെ കുത്തരുത്. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നട്ടലിൻ്റെ 2 വശങ്ങളിലായിട്ട് ഇതേ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കാം. ഇതിൽ ഏകദേശം നമുക്ക് അരമണിക്കൂർ വരെ ഇതിൻ്റെ ചൂട് നിലനിൽക്കും. അപ്പോൾ ഏകദേശം ഒരു 10 മുതൽ 20 മിനിറ്റ് വരെയൊക്കെ തുടർച്ചയായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. 2 ഭാഗം ഒരേ രീതിയിൽ തന്നെ ചെയ്യണം. ചൂട് അധികം ഉണ്ടോ എന്നുള്ളത് നമ്മൾ പേഷ്യൻറ്റിനോട് ഇടയ്ക്ക് ചോദിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 2-3 തുണി ഉപയോഗിച്ചിട്ട് വേണം കിഴി കെട്ടാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ആ തുണി തന്നെ കരിഞ്ഞു പോകും. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ചൂടുണ്ടാവും മണൽ കിഴിക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.